ലോകം യുദ്ധത്തിലേക്കാണോ പോകുന്നത്? അതായത് അങ്ങോട്ടേക്കുള്ള സാഹചര്യം അങ്ങനെയാണ് ഉരുണ്ടുകൂടുന്നത്. ഇപ്പുറത്ത് ഇന്നലെ ഒരു നേതാവിനെ ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് ശേഷം, ഇറാനിൽ വെച്ച് വധിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ അങ്ങനെ പോകുന്നു തോന്നുന്നു. കാരണം ഇന്ത്യൻ പൗരന്മാരോട് യമനിലേക്ക് യാത്ര ചെയ്യരുതെന്നും അഥവാ ചെയ്താൽ വളരെ സൂക്ഷിച്ച് വേണമെന്നും യാത്ര ചെയ്യരുതെന്നാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ US-ഉം UK-യും ഒക്കെ അത്തരം അവരുടെ പൗരന്മാരോടും ഈ യമൻ ആ പ്രദേശത്തേക്ക്, അങ്ങനെയുള്ള ആ പ്രദേശങ്ങളിലേക്ക് പോകരുതെന്ന് യാത്രാ വിലക്കിയിരിക്കുകയാണ്, അവരെ നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇപ്പുറത്ത് അവർ ഈ നേരത്തെ ഇറാൻ, അതുപോലെ യമൻ, അതുപോലെ ഇറാഖ് ഇവരൊരുമിച്ച് ഒന്നായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അവസാനം വരുന്നത്. യുദ്ധത്തിലേക്കാണോ ലോകം പോകുന്നത്? ലോകം യുദ്ധത്തിലാണല്ലോ. ഉക്രൈനിൽ യുദ്ധം നടക്കല്ലേ. അതുപോലെ അസർബൈജാൻ അർമീനിയ തമ്മിൽ ഇടക്കിടക്ക് ഫെയറപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകം യുദ്ധത്തിലാണ് ഓൾറെഡി. യുദ്ധത്തിലല്ല, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വാർ ഗെയിമിലാണ് ഇപ്പോൾ ലോകമുള്ളത്. ഇതെങ്ങനെ അവസാനിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ചോദിച്ചത് സ്പെസിഫിക്കലി വെസ്റ്റ് ഏഷ്യയെ പറ്റിയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം ഉണ്ടാവും എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിൽ അടുത്ത കാലം വരെ യുദ്ധം ഉണ്ടായി. ഇപ്പോൾ സൈലൻ്റായിട്ട് യുദ്ധം നടക്കുന്ന ഒരു സ്ഥലമാണ്. സിറിയയിലെല്ലാം തന്നെ IS ഒക്കെ ആയിട്ടുള്ള യുദ്ധം ഇപ്പോഴും സൈലൻ്റായി. ഹൂതികൾ നടത്തുന്ന ആക്രമണം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുതിയ ഒരു തരത്തിലുള്ള റീ അലൈൻമെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു, ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതിൻ്റെ ഒരു സാർ. അതായത് ഈ പറയുന്ന നിലവിൽ ഹനിയനെ കൊന്ന ഒരു സാഹചര്യത്തിൽ ഇറാൻ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ നെക്സസ്. ഇറാൻ തിരിച്ചടിക്കുമ്പോൾ അവരുടെ കൂടെ അലയൻസ് പാർട്ട്ണർ എന്ന രീതിയിൽ യമൻ ആൻഡ് ദിസ് പ്ലേസ് ഇറാഖ് കൂടി ജോയിൻ ചെയ്യുമോ എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത കാര്യം. അവർ ജോയിൻ ചെയ്യാതിരിക്കുക. ഇറാഖ് എത്രയൊന്നും ജോയിൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഇറാഖെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അമേരിക്കയ്ക്ക് നല്ല സ്വാധീനമുള്ള ഭരണകൂടമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വാറിന് ശേഷം. അത് ആര് പ്രധാനമന്ത്രിയാണെങ്കിലും അമേരിക്കയുടെ ഒരു താല്പര്യമാണ് അവിടെ. ഇനി രണ്ടാമത്തത് ഇറാൻ ഷിയ രാജ്യമാണ്. അതുപോലെ ഇറാഖിലെ ഭൂരിപക്ഷം ആളുകൾ ഷിയാക്കളാണ്. അവിടുത്തെ മിലിറ്റൻസ് അധികം ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, ഗവൺമെൻറ്റിനെതിരെ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷിയാക്കൾ ഇവരുടെ കൂടുമെന്ന് ചോദിച്ചാൽ ഇത് സുന്നി കോസ്റ്റാണ്. പലസ്തീൻ ബേസിക്കലി ഒരു സുന്നി കോസ്റ്റാണ്. അപ്പോൾ പലസ്തീനിൽ ആ വിഷയത്തിൽ കൂടുതൽ ഇടപെടേണ്ടത് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളാണ്. സൗദി അറേബ്യ ഇറാനുമായിട്ട് അടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ എങ്ങനെ ഇറാൻ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കും. ഇപ്പം ചർച്ചകളൊക്കെ ചൈനയുടെ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു വേറിലേക്ക് പോകുമെന്ന് ചോദിച്ചാൽ ബോധവും വിവരം ഉണ്ടെങ്കിൽ പോവില്ല. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മുമ്പ് അടുത്തിടെ അവർ ഇസ്രായേലിനെ ആക്രമിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് അവർ പറഞ്ഞു ഞങ്ങൾ ഇനി ആക്രമിക്കില്ല, കാരണം ഞങ്ങൾ പ്രതികാരം കഴിഞ്ഞു, ഇനി ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്താൽ അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞ് നാവെടുക്കുന്നതിന് ഇസ്രായേൽ തിരിച്ചടിച്ചു. പിന്നെന്താ അറ്റാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് ശത്രുക്കളുടെ ശക്തി അവർ അസസ് ചെയ്തിട്ടുണ്ടെന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. ശത്രുവിൻ്റെ ശക്തി അവർ അസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ യുദ്ധത്തിന് പോവില്ല. പോയിട്ട് കാര്യമില്ല, ഉള്ളതും പോവും. ഇവരുടെ മുട്ടാന്ന് ഇറാഖിൻ്റെ സ്ഥിതി നോക്കും. ഇറാഖ് ശക്തമായ രാജ്യമായിരുന്നു. ഇപ്പം എന്താ ഇറാഖ്? ലോകത്തെ നരകമായി ഇറാഖ് മാറി. അടുത്തത് ഗദ്ദാഫി. ഗദ്ദാഫി ശക്തനായ ഭരണാധികാരി. എന്ത് സംഭവിച്ചു? ഗദ്ദാഫി പട്ടിയെ പോലെയാണ് വെടികൊണ്ട് മരിച്ചത്. സിറിയ മാത്രമാണ് പിടിച്ചേക്കുന്നത്. അപ്പം പിന്നെ സിറിയ പിടിച്ചേക്കാൻ മറ്റു പല കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ സിറിയനെ അല്ലെങ്കിൽ ഹിസ്ബുള്ളനെയൊക്കെ തകർക്കാം. ഹിസ്ബുള്ളനെയൊക്കെ പൂർണ്ണമായി വൈപ്പ് ഔട്ട് ചെയ്യാതിരിക്കുന്നത് ഈ ഇസ്രായേലിന് ഒരു ശത്രു വേണം. അതുകൊണ്ട് അവരവനെ നിർത്തിയിരിക്കുന്നതാണ്. അതിനാണ് ഇവന്മാരൊക്കെ അവർ നിർത്തിയിരിക്കുന്നത്. ഇസ്രായേലിന് എപ്പോഴും ഒരു ശത്രു വേണം. എങ്കിലും അവിടെ ഇന്ത്യയിൽ അവർ ഒരുമിച്ച് നിർത്താൻ പറ്റുള്ളൂ. ജൂതന്മാരെ ഹിന്ദുക്കളെ കൊണ്ട് വന്നതിൻ്റെ കാര്യമാണ്. ആ കുറച്ചെണ്ണേ ഉള്ളൂ. ഹിന്ദുക്കൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഗോത്രങ്ങളൊക്കെ തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവർ പൊതു ശത്രു ഉള്ളതുകൊണ്ടാണ് ഇവർ ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ ആ ശത്രുവിനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇവർ ആവശ്യം കൂടിയാണ്. അതുകൊണ്ടാണ് തന്നെ മൊസാദ് ഉണ്ടാക്കിയതാണ് ഈ പറയുന്ന ഗാസയിലെ യുവമാരുണ്ടല്ലേ, ഹമാസിനെ അവരുണ്ടാക്കിയാണ്. ഈ നേരിട്ട് ഷെയ്ക്കാൻ കൊടുക്കില്ല, ഈ പിന്നെ മേശയുടെ ഉള്ളിൽ കൂടെയാണ് ഷെയ്ക്കാൻ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു കാര്യത്തിൽ ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഗദ്ദാഫി ഇത്രയും കാലം സദ്ദാം ഹുസൈൻ പിടിച്ചു നിന്നൊക്കെ തോറ്റുപോയി എന്ന് വെച്ചാൽ, സൗദി അറേബ്യ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോവിയറ്റ് റഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്ക് ഇപ്പോൾ ഇല്ല. റഷ്യ എന്ന് വെച്ചാൽ റഷ്യയുടെ താല്പര്യം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഉള്ളത് ചൈനയാണ്. ചൈനയ്ക്ക് പണ്ടേ ചൈനയുടെ താല്പര്യമുള്ളൂ. നോർത്ത് കൊറിയക്ക് അവരുടെ താല്പര്യമുള്ളൂ. വിയറ്റ്നാം ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ക്യാപിറ്റലിസ്റ്റ് കൺട്രി. മനസ്സിലായില്ലേ? അപ്പോൾ അതില്ലാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ പുതിയ സാഹചര്യത്തിൽ ഇവിടെ CPM ചെയ്ത പോലെ സോവിയറ്റ് റഷ്യ ഇല്ലാതെ കൂടിയിട്ടാണല്ലോ CPMന്റെ സ്ട്രാറ്റജി മാറിയത്. ഇവിടെ ഈ പറയുന്നതിൻ്റെ അത് മുതലാളിമാരൊക്കെ എതിർക്കുന്നവരാണ് നിർത്തിയത്. അതുവരെ ആര് ചായപ്പിടി തുടങ്ങിയാലും ബുർഷ്വാസിയായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് ദേശീയതലത്തിൽ തകർന്നതോട് കൂടിയിട്ടാണല്ലോ ഈ പറയുന്ന സമീപനം മാറ്റി ന്യൂനപക്ഷങ്ങളെ പിന്നാലെ പോയത്. അതുവരെ ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കില്ലായിരുന്നല്ലോ, പള്ളിയിൽ പോകുന്നതിന് മെമ്പർഷിപ്പ് കൊടുക്കില്ലായിരുന്നല്ലോ. ഇതൊക്കെ നടന്ന കാര്യമാണല്ലോ. അപ്പോൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം.
അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ പോയതാണ് സദ്ദാം ഹുസൈന് പറ്റിയത്. ആളുകൾക്ക് ബുദ്ധിയും വിവരം ഉണ്ടെന്ന് അതിൻ്റെ കാര്യമില്ല. അവർ ഒരു അധികാരത്തിലിരിക്കുമ്പോൾ അവർക്ക് പലപ്പോൾ ചുറ്റുപാടുകൾ വായിച്ചെടുക്കാൻ പറ്റാത്തവരും. ഇപ്പോൾ ഇറാഖിനോട് ഇസ്രായേലിനോട് പിടിച്ചെടുക്കാൻ ശേഷി ഒരു മുസ്ലിം രാജ്യത്തിനുമില്ല. കാരണം അത്രയും ലോകത്തെ ഏറ്റവും ശക്തമായൊരു സൈനിക ശക്തിയാണ് അവർ. ഈ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഇപ്പം നമ്മൾ അമേരിക്കയുടെ അത്ര ഒരു സൈനിക ശക്തി ഒന്നും അല്ലല്ലോ ഇന്ത്യ. ഇന്ത്യയോട് പൊട്ടിയവന് തവിട് പൊടിയോ? ഇറാൻ. കാരണം അവരുടെ ഔട്ട്ഡേറ്റഡ് ആണ് അവരുടെ വെപ്പൺസ്. നമ്മളൊക്കെ മോസ്റ്റ് മോഡേൺ വെപ്പൺസ്. നമുക്ക് റഫേലുണ്ട്. നമ്മുടെ തേജസ് പോലും അവർക്കുള്ള വിമാനങ്ങളെക്കാളും ഭേദമാണ്. 3.5 ജനറേഷൻ. അവർക്കുള്ളത് ഈ പറയുന്ന അമേരിക്കയുടെ F-50 ടോം ഹോക്ക് അല്ല, ടോം ക്യാറ്റ് എന്ന് പറഞ്ഞ വിമാനമുണ്ട്. അമേരിക്ക മൊത്തം ക്രാഷ് ചെയ്ത് M-16 M14 എന്ന് അതിൻ്റെ പേര്, അല്ല F-14 അമേരിക്ക അന്ന് ഏറ്റവും പുതിയ വിമാനങ്ങളായിരുന്നു അന്ന് അവർ കിട്ടിയ സമയത്ത്. കാരണം അന്ന് അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഷായുടെ ഭരണകൂടം അവർക്ക് കൊടുത്താണ്. അപ്പം പിന്നെ ഉപരോധം വന്ന സമയത്ത് ഇവർക്ക് പുതിയ ഒന്നും കിട്ടിയില്ല, എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഷായ്ക്ക് കൊടുത്തതാണ്, അതും വെച്ചുകൊണ്ടായിരിക്കുന്നത് ടോം ക്യാറ്റ് വിമാനം. അപ്പം ഈ വിമാനങ്ങളാണ് അവരുടെ അത്യന്താധുനികമായ വിമാനങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പെയർ പാർട്സ് ഒന്നും കിട്ടാനില്ല. കാരണം അമേരിക്ക എന്ത് ഇവർ കിട്ടാതിരിക്കാൻ വേണ്ടി ഇനി ഉൽപ്പാദനം നിർത്തിയെന്ന് മാത്രമല്ല, അമേരിക്ക കയ്യിൽ ഉണ്ടായിരുന്ന 10-400 വിമാനങ്ങളുണ്ട്. ഇവന്മാർ എന്ത് ഈ കാറുകൾ പൊളിച്ച് കളയുന്നുണ്ടല്ലേ, അതുപോലെ ക്രഷ് ചെയ്ത് കളഞ്ഞു. ഒരു പാട്ടും പുറത്തു പോയിട്ടില്ല. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇവർ എന്ത് ചെയ്യാനാണ്? അപ്പോഴത്തെ F-35 5th ജനറേഷൻ സ്റ്റെൽത്ത് കപ്പാസിറ്റിയാണ് ഇസ്രായേലിനുള്ള വിമാനങ്ങൾ അമേരിക്ക കൊടുത്തത്. അമേരിക്കൻ്റെ കയ്യിൽ F-22 റാപ്റ്റർ അത് ഏതാണ്ട് 200 എണ്ണമുണ്ട്. 200 എണ്ണം എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു സ്ക്വാഡറിൽ 12 എണ്ണം തോന്നുന്നു. 12 എണ്ണമാണ് നോക്കിയത് സ്ക്വാഡറിൻ്റെ. 10 കൂടുതൽ 10 15 സ്ക്വാഡർ ഉണ്ട് അവരുടെ കയ്യിൽ. പിന്നെ F-35 ഇതൊക്കെ കൊണ്ട് ഗൈഡഡ് മിസൈലൊക്കെ ഉള്ള ഇവരെന്ത് ചെയ്യാനാണ്? അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഇങ്ങനെ ഞങ്ങൾ അടിക്കും തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനൊക്കെ സാധ്യത വരുന്ന സമയത്ത് മറ്റു ലോകരാജ്യങ്ങളെല്ലാം മുന്നറിയിപ്പ് അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടതാണ് പൗരന്മാർക്ക്. അല്ലെങ്കിൽ അവിടെ നാട്ടുകാർ ജനഞ്ഞത്തോട്ട് ചെയ്തില്ല വല്ല പ്രശ്നം ഉണ്ടായാലും. അല്ല, ഈ പറയുന്ന 3 പേരുടെ സഖ്യത്തിലേക്ക് മറ്റു പല രാജ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ടോ? തുർക്കി, അതൊക്കെ തുർക്കിയൊന്നും കൈവിട്ട് കളിക്കാൻ സാധ്യതയല്ല. തീർന്നു. തുർക്കി അല്ലേ തന്നെ യൂറോപ്പിന്റെ കണ്ണിലെ കരടാണ്. സൗദി അറേബ്യ എന്തായാലും ഉണ്ടാവില്ല. സൗദി അറേബ്യ ഉണ്ടാകാൻ സാധ്യതയില്ല. അവന്മാർ ബുദ്ധിപരമായ കളി. ശരിക്കും ഈ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ എന്താ, ബ്രിട്ടൻ ഉണ്ടാക്കി കൊടുത്ത രാജ്യമല്ലേ. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ തുർക്കിയിലെ ഖലീഫയ്ക്കെതിരെ ബ്രിട്ടൻ്റെ സഹായത്തോട് കൂടിയിട്ട് അവിടെയുള്ള അറബികൾ ഫൈറ്റ് ചെയ്തുണ്ടാക്കിയെടുത്ത രാജ്യമാണ്. ബ്രിട്ടനാണ് അവിടുത്തെ അവസാന വാക്ക്. ഇപ്പോൾ അമേരിക്കയാണ് അവസാന വാക്ക്. ഇപ്പോൾ ഡോളറുമായിട്ടുള്ള വിനിമയത്തിലൊക്കെ മാറ്റം വന്നു, അല്ലെങ്കിൽ പെട്രോ ഡോളർ ബന്ധങ്ങളൊക്കെ ഇല്ലാതായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവിടെ എപ്പോഴും ശക്തമായ മിലിറ്ററി സാന്നിധ്യമുണ്ട് അമേരിക്കയുടെ. അവിടെ പന്നിയിറച്ചൊന്നും കിട്ടില്ലല്ലോ, പക്ഷേ അവിടെ അമേരിക്കയുടെ മിലിറ്ററി ബേസിൽ ഇതെല്ലാം കിട്ടും. സൗദി അറേബ്യയിൽ എല്ലാം കിട്ടും. അരാംകോ എന്നായിരുന്നു അവരുടെ അമേരിക്ക സൗദി അറേബ്യ കൊണ്ടുള്ള ഈ ഓയിൽ കമ്പനിയുടെ പേര്. അതിൽ അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലേ. പിന്നെ ഇപ്പോൾ അവർ ഈ പറഞ്ഞ മാതിരി ഡോളർ തന്നാലേ പെട്രോൾ വരുമെന്ന നിലപാടൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. പക്ഷേ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അമേരിക്കനെ വെല്ലുവിളിക്കാനുള്ള അവരെ വിമാനങ്ങൾ മൊത്തം അമേരിക്കയുടെ കയ്യിലുള്ളത്. F-16 വിമാനങ്ങളാണ് അവർ ഏറ്റവും 4.5 ജനറേഷൻ വല്ല പുതിയ F-16 ആണ് അവരുടെ കയ്യിലുള്ളത്. ഏറ്റവും അത്യന്താധുനിക വിമാനം. ഈ വിമാനങ്ങൾ മേടിച്ച് വെച്ച് തന്നെ മര്യാദയ്ക്ക് പറപ്പിക്കാൻ പോലും അവർക്ക് അറിയില്ല. അതാണ് അതിൻ്റെ കാര്യം. അപ്പം എന്തായാലും ഈ 3 പേരടങ്ങുന്ന സംഘത്തിൽ 3 കൂടെ നിന്നുകൊണ്ടൊന്ന് ഒന്ന് കണ്ണു ഉരുട്ടാം ഞങ്ങൾ ലോകത്ത് ഞങ്ങൾ ശക്തമാണെന്നൊക്കെ ഞാൻ പറഞ്ഞത് ഏറ്റവും ഇത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ആദ്യം എന്ന് വെച്ചാൽ സിനിമ നടൻ ബാബുരാജ് ഉണ്ടല്ലോ, ഈ ഏതെങ്കിലും ഒരു സിനിമയിൽ ഈ ബാബുരാജും നമ്മുടെ ഹരീഷ് കണാരനും നമ്മുടെ ദശമൂലം ദാമു സുരാജും കൂടിയിട്ട് ബാബു ആൻ്റണി, അതുപോലെ ടോവിനോ തോമസ്, ഋതിക് റോഷനോട് അടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇത്രയുള്ളൂ. അതാണ് സംഭവം. എന്തായാലും ഒരു യുദ്ധം എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടൊന്നും വരാൻ പോകുന്നില്ല. ഈ പിന്നെ നമുക്ക് നമ്മൾ പറയുന്നില്ല, ഈ മണ്ടന്മാരാണ് ചിലപ്പം കാണിച്ചു കളയും. പക്ഷേ കാണിച്ചിട്ട് കാര്യമില്ല. കാര്യമില്ല.